Good morning. ആരുല്ലേ? ഓക്കെ, നമ്മുടെ 6th മൊഡ്യൂളില് 4ാമത്തെ ചാപ്റ്റർ ലാസ്റ്റ് സെക്ഷനിലാണ് അല്ലെ. കഴിഞ്ഞ ക്ലാസ്സിൽ ഇച്ചിരി കൂടെ ഉണ്ടായിരുന്നുള്ളൂ, നമ്മളത് ഫുള്ള് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല നമുക്ക് അല്ലെ. ആ പാരഗ്രാഫ് എന്താ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്? നീഡ് ഓഫ് നെറ്റ്വർക്കിംഗ് ഇൻ HIS, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തില് നെറ്റ്വർക്കിങ്ങിന്റെ ആവശ്യകത എന്താണ് അല്ലെ. അതിന്റെ നമ്മൾ ലാസ്റ്റ് സെക്ഷനിലേക്ക് പോവാണ് കേട്ടോ. ഇതില് നമ്മളിവിടെ തുടങ്ങി നമുക്ക് നോക്കാം. നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഒരു പാരഗ്രാഫ് പോലെ കിടക്കുന്നത്. നമ്മൾ എന്താ പറഞ്ഞത് അവിടെ? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലെ നെറ്റ്വർക്കിങ്ങിന്റെ ആവശ്യകത. എന്താ പറഞ്ഞത് അവിടെ? നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചർ ദാറ്റ് ക്യാൻ സ്കെയിൽ ടു മീറ്റ് ഗ്രോയിങ് കണക്ടിവിറ്റി ഡിമാൻഡ്. അതായത് നമ്മുടെ ഒരു വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങൾ നിറവേറ്റുന്നതായിട്ട് നമുക്ക് എന്ത് വേണം? നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചർ, നല്ലൊരു ഇൻഫ്രാസ്ട്രക്ചർ, അതിനുള്ള നെറ്റ്വർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ആവശ്യമാണ്. വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായിട്ട് നമ്മൾ സ്കെയിൽ ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു നല്ലൊരു നെറ്റ്വർക്കിംഗ് ആവശ്യമാണ്. The network infrastructure that can scale to meet growing connectivity demands. വർദ്ധിച്ചു വരുന്ന കണക്ടിവിറ്റി, നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി നമുക്ക് എന്താണ്? കൂടുതൽ നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചർ ആവശ്യമാണ്. Depending on the size and function of the institution. ഇനി ആ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ സൈസ് അനുസരിച്ച്, അതിലെ പ്രവർത്തനം അനുസരിച്ച് ഹോസ്പിറ്റൽ നെറ്റ്വർക്ക് architecture can vary significantly in complexity and scope. അപ്പൊ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ വലിപ്പം അനുസരിച്ച്, ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ അല്ലെ, ആ ഒരു ഹോസ്പിറ്റലിന്റെ വലിപ്പം അനുസരിച്ച് അല്ലെങ്കിൽ അവിടുത്തെ പ്രവർത്തനത്തിനനുസരിച്ച് നമുക്ക് അവിടുത്തെ ആർക്കിടെക്ചറിന് അതെങ്ങനെയാ വ്യത്യാസപ്പെട്ടിരിക്കും. ആർക്കിടെക്ചർ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അതിന്റെ വ്യാപ്തിയിലും കോംപ്ലക്സിറ്റി ആൻഡ് സ്കോപ്പ്, അതിന്റെ വ്യാപ്തിയിലും കാര്യക്ഷമമായിട്ടുള്ള വ്യത്യാസം ഉണ്ടാക്കും. നമുക്കറിയാം, ചെറിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ഇൻഫ്രാസ്ട്രക്ചർ ആയിരിക്കും വരുന്നത് അല്ലെ. അതായത് ഹോസ്പിറ്റലിന്റെ വലിപ്പം അനുസരിച്ച്, അവിടുത്തെ പ്രവർത്തനങ്ങൾ അനുസരിച്ച് അവരുടെ ഹോസ്പിറ്റലിന്റെ നെറ്റ്വർക്ക് ആർക്കിടെക്ചറിലും എന്തുണ്ടാക്കാം? വ്യത്യാസം, കാര്യമായിട്ടുള്ള വ്യത്യാസം ഉണ്ടാക്കാം. കോംപ്ലക്സിറ്റി ആൻഡ് സ്കോപ്പ്, വ്യാപ്തിയിലും കാര്യക്ഷമമായിട്ടുള്ള വ്യത്യാസം ഉണ്ടാക്കാം. Although the basic architecture for the hospital network is similar to the architecture of other campus network. എന്നാൽ ബേസിക് അടിസ്ഥാനപരമായി നമ്മൾ പറയുകയാണെങ്കിൽ ഹോസ്പിറ്റലിലെ നെറ്റ്വർക്ക് ആർക്കിടെക്ചർ മറ്റുള്ള ക്യാമ്പസ് നെറ്റ്വർക്ക് ആർക്കിടെക്ചറിനുമായിട്ട് സാമാന്യമാണ്. റെസ്പോണ്ടിങ് ടു ഡൈനാമിക് ചേഞ്ചസ് ഇൻ ഇംപ്രൂവ്ഡ്. ഹോസ്പിറ്റലിനെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ എന്താ അവിടെ വേണ്ടത്? ഹോസ്പിറ്റൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് എന്തിനു ഉദ്ദേശിച്ചിട്ടാണ്? നോക്കിയ റെസ്പോണ്ടിങ് ടു ഡൈനാമിക് ചേഞ്ചസ് ഇൻ ഇംപ്രൂവ്ഡ് പേഷ്യന്റ് കെയർ ആൻഡ് കോസ്റ്റ് കൺട്രോൾ റിക്വയർസ് significantly more planning and strategy that was previously required. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ്? പേഷ്യന്റ് കെയർ ഇംപ്രൂവ് ചെയ്യാൻ അല്ലെ, ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സർവീസ്, രോഗി പരിചരണം ഇംപ്രൂവ് ചെയ്യാനായിട്ട്, കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ. അതുപോലെ ഒത്തിരി കോസ്റ്റ് ആകാൻ പറ്റില്ലല്ലോ, കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ. രണ്ട് കാര്യം അവിടെ പറയുന്നത് കേട്ടോ. ഇംപ്രൂവ്ഡ് പേഷ്യന്റ് കെയർ ആൻഡ് കോസ്റ്റ് കൺട്രോൾ റിക്വയർസ്. എന്ത് വേണം അവിടെ? പേഷ്യന്റ് കെയർ ഇംപ്രൂവ് ചെയ്യാൻ, കോസ്റ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് എന്ത് വേണം അവിടെ? സിഗ്നിഫിക്കന്റ്ലി മോർ പ്ലാനിങ് ആൻഡ് സ്ട്രാറ്റജി. കുറച്ചും കൂടി പ്ലാനിങ് അല്ലെ, പദ്ധതിയും തന്ത്രങ്ങളും, സ്ട്രാറ്റജി ദാറ്റ് വാസ് പ്രീവിയസ്ലി റിക്വയർഡ്. മുന്നേ ഉള്ളതിനേക്കാൾ അല്ലെ, നമ്മൾ മുന്നേ പ്ലാൻ ചെയ്തതിനേക്കാൾ പ്ലാനിങ്ങും തന്ത്രങ്ങളും, സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ തന്ത്രങ്ങളും ആവശ്യമാണ് അല്ലെ. അപ്പോ ഹോസ്പിറ്റലിലെ പേഷ്യന്റ് കെയർ ഇംപ്രൂവ് ചെയ്യാൻ, കോസ്റ്റ് കൺട്രോൾ, നമുക്ക് കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് മുമ്പുള്ളതിനേക്കാളും പ്ലാനിങ്ങും സ്ട്രാറ്റജീസും ആവശ്യമാണ്. ഉണ്ടോ? ഇനി ഇത്രയാണ് നമ്മൾ പറഞ്ഞതെന്ന് തോന്നുന്നു. ഇനി നോക്കിയേ, HIS
Hospital information network demand greater flexibility in supporting a wide range of medical devices and applications, including EMR. EMR എന്താ? Emergency Electronic Medical Record. Sorry. Electronic Medical Record ആണ് EMR എന്ന് പറയുന്നത്. ഒന്ന് നോട്ട് ചെയ്തോ കേട്ടോ. Electronic Medical Record. ഇനി PACS എന്ന് പറഞ്ഞാൽ Picture Archiving ARCHIVING Picture Archiving Communication System. Picture Archiving Communication System, collaboration, handheld devices, wireless patient monitoring, and other services. അപ്പൊ എന്തൊക്കെയാ ഇവിടെ പറഞ്ഞേക്കുന്നത്? മറ്റുള്ള ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാ? EMR, ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്, പിക്ചർ അർച്ചീവിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, കൊളാബറേഷൻ, ഹാൻഡ്ഹെൽഡ് ഡിവൈസസ്, വയർലെസ് പേഷ്യന്റ് മോണിറ്ററിംഗ് ആൻഡ് അതർ സർവീസസ്, മറ്റു സേവനങ്ങൾ ഉൾപ്പെടെയുള്ള വിപുലമായിട്ടുള്ള ഒരു മെഡിക്കൽ എക്യുപ്മെന്റ്സും ആപ്ലിക്കേഷനും പിന്തുണയ്ക്കുന്നതിൽ ഹോസ്പിറ്റൽ നെറ്റ്വർക്കിന്റെ, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ നെറ്റ്വർക്കിന് എന്ത് വേണം? കൂടുതൽ വഴക്കം ആവശ്യമാണ്, കൂടുതൽ ഫ്ലെക്സിബിലിറ്റി വേണം. കണ്ടോ? HIS നെറ്റ്വർക്ക് ഡിമാൻഡ് ഗ്രേറ്റർ ഫ്ലെക്സിബിലിറ്റി. എന്ത് വേണം അതിന്? നെറ്റ്വർക്കിന് കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആവുക എന്ന് വെച്ചാൽ എന്താ? നല്ല വഴവഴപ്പുള്ളതാവുക, അതായത് കുറച്ചും കൂടി ആപ്റ്റ് ആവുക അല്ലെ? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ നെറ്റ്വർക്കിന് എന്ത് വേണം? കൂടുതൽ ഫ്ലെക്സിബിലിറ്റി ആവശ്യമാണ്. എന്തിന്? ഇൻ സപ്പോർട്ടിംഗ് എ വൈഡ് റേഞ്ച് ഓഫ് മെഡിക്കൽ ഡിവൈസസ് ആൻഡ് ആപ്ലിക്കേഷൻ. ഇങ്ങനെയുള്ള ഏതൊക്കെ ഉൾപ്പെടുന്നതാണ്? എമർജൻസി ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്, പിക്ചർ അർച്ചീവിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, കൊളാബറേഷൻ, ഹാൻഡ്ഹെൽഡ് ഡിവൈസസ്, വയർലെസ് സർവീസസ് ആർ യൂസ്ഡ്, വയർലെസ് പേഷ്യന്റ് മോണിറ്ററിംഗ് ആൻഡ് അതർ സർവീസസ്, മറ്റ് സേവനങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു വിശാലമായ മെഡിക്കൽ ഡിവൈസുകൾ, അതിന്റെ ആപ്ലിക്കേഷനുകളും പിന്തുണയ്ക്കുന്നതിൽ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന് എന്ത് വേണം? കുറച്ചുകൂടി ഫ്ലെക്സിബിലിറ്റി വേണം, കുറച്ചുകൂടി വഴക്കം ആവശ്യമാണ്. Okay, as more wired and wireless services are used and network must support patient care. കണ്ടോ? കൂടുതൽ വയേർഡ് ആൻഡ് വയർലെസ് നെറ്റ്വർക്ക് പേഷ്യന്റ് കെയറിനെ, രോഗി പരിചരണത്തിനെ അല്ലെങ്കിൽ നല്ല സർവീസ് കൊടുക്കാനായിട്ട് പിന്തുണയ്ക്കണം. അപ്പൊ കുറച്ചും കൂടി ആ നെറ്റ്വർക്കിൽ എന്ത് വേണം? കുറച്ചും കൂടി ഇംപ്രൂവ്മെന്റ്സ് വരുത്തണം അല്ലെ? നെറ്റ്വർക്കിംഗ് സിസ്റ്റത്തില് കുറച്ചും കൂടി ഇംപ്രൂവ്മെന്റ് വരുത്തണം. മോർ വയേർഡ് ആൻഡ് വയർലെസ് സർവീസസ് ആർ യൂസ്ഡ് ആൻഡ് ദ നെറ്റ്വർക്ക് മസ്റ്റ് സപ്പോർട്ട് പേഷ്യന്റ് കെയർ. പേഷ്യന്റ് കെയറെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കൂടുതൽ വയേർഡ് ആൻഡ് വയർലെസ് സേവനങ്ങൾ ഉപയോഗിക്കുന്നതിന് പിന്തുണ നൽകണം. എഫിഷ്യന്റ് നെറ്റ്വർക്ക് ഈസ് നോ ലോങ്ങർ ലക്ഷറി. ഒരു കാര്യക്ഷമമായ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഒരു ലക്ഷറി എന്ന് പറഞ്ഞാൽ ഒരു ആഡംബരമല്ല. ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള നെറ്റ്വർക്ക്, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം, അതിന്റെ നെറ്റ്വർക്കിന്റെ ആവശ്യകതയാണല്ലോ നമ്മൾ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഒരു ആഡംബരമല്ലാതെ, ഹോസ്പിറ്റലില് ഇത്രയും വിശാലമായിട്ടുള്ള ഒരു, നമ്മൾ പറഞ്ഞല്ലോ കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു നെറ്റ്വർക്കിംഗ് സിസ്റ്റം വേണം, നമ്മൾ കൂടുതൽ പേഷ്യന്റ് കെയർ കൊടുക്കാനും കോസ്റ്റ് കൺട്രോൾ ചെയ്യാനും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യക്ഷമമായിട്ടുള്ള ഒരു നെറ്റ്വർക്ക് എന്ന് പറയുന്നത് കുറെ എന്താണ്? അതൊരു ആഡംബരമല്ല ഹോസ്പിറ്റലിനെ സംബന്ധിച്ച്. ബട്ട് എന്താ പറയുക? ഇറ്റ് ഈസ് നെസസറി. ഇതെന്താണ്? ഒരു ആവശ്യമാണ്. ഇതൊരു ആഡംബരമല്ല. എഫിഷ്യന്റ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് എന്താ? ഒരു ആഡംബരമല്ല, അതൊരു ആവശ്യമാണ്. ആ പാരഗ്രാഫ് ഇപ്പൊ നമ്മളത് കൊടുക്കുകയില്ല. ആ ഡിപ്പെൻഡിങ് എന്നുള്ളതാണ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എങ്കിലും ഒന്ന് നോക്കിയോ കേട്ടോ. ഡിപ്പെൻഡിങ് ഓൺ ദ സൈസ് ആൻഡ് ഫംഗ്ഷൻ ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഹോസ്പിറ്റൽ നെറ്റ്വർക്ക് ആർക്കിടെക്ചർ ക്യാൻ വേരി സിഗ്നിഫിക്കന്റ്ലി ഇൻ കോംപ്ലക്സിറ്റി ആൻഡ് സ്കോപ്പ്. ആ സെന്റൻസ് ഒന്ന് നോട്ട് ചെയ്യുക. പിന്നെ നമ്മള് എന്താ ഇംപ്രൂവ്ഡ്
Okay, improved patient care and cost control requires significantly more planning and strategy that was previously required. A sentence underline cheyuda. The last sentence, efficient network എന്ന് പറയുന്നത് ഒരു ലക്ഷറി, ഒരു ആഡംബരമല്ല, മറിച്ച് അതെന്താണ്, ഒരു ആവശ്യമാണ്. ഒരു ആഡംബരമല്ല അത് ഹോസ്പിറ്റലില്, അത് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അത്രയാണ് ആ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ചാപ്റ്റർ നമ്മുടെ 5th മൊഡ്യൂൾ കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് 7th മൊഡ്യൂളാണ്. അതില് ചാപ്റ്റർ 3 നമ്മൾ പഠിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വന്നത്. ക്വാളിറ്റി മാനേജ്മെന്റ്, അക്രഡിറ്റേഷൻ, JCI, NAB, ഇതൊക്കെ നമ്മൾ ഓൾറെഡി നേരത്തെ നമ്മള് പഠിച്ചിട്ടുണ്ട്. ഇതിലൊക്കെ കുറച്ച് ഭാഗങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. എന്നാലും അത്രയും പഠിച്ച അത്രയും വലിയ ചാപ്റ്റർ ഒന്നും അല്ല, കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ പറയുന്നത്. ലാസ്റ്റ് സെക്ഷൻ മാത്രം ഒരു 2 പാരഗ്രാഫ് ആയിട്ട് ഇങ്ങനെ തന്നിട്ടുള്ളൂ. എങ്കിലും നമുക്ക് ഇതുപോലെ ആ പാരഗ്രാഫ് ഒന്ന് വായിച്ച് അതിന്റെ കൺക്ലൂഷൻ പോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ആ പാരഗ്രാഫിന്റെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഇതുപോലെ നമുക്ക് അണ്ടർലൈൻ ചെയ്തിടാം. അല്ലാതെ ഫുള്ള് പാരഗ്രാഫ്, വലിയ പാരഗ്രാഫുകൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കല് നമുക്ക് ബുദ്ധിമുട്ടാണ് അല്ലെ, അതിന്റെ ആവശ്യവുമില്ല. അതിനകത്തുനിന്ന് നമുക്ക് ഇമ്പോർട്ടന്റ് സെക്ഷനുകൾ ഇതുപോലെ അണ്ടർലൈൻ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ഇനി ഞാൻ അതൊന്ന് ഷെയർ ചെയ്തിട്ടേക്കാം കേട്ടോ. സെവൻത്ത് മൊഡ്യൂളില് 7ാമത്തെ ചാപ്റ്റർ 3 ആട്ടോ. 7th മൊഡ്യൂളില് 7ാമത്തെ ചാപ്റ്റർ 3. ഇനി നമ്മുടെ ഫുള്ള് PDF ആയിട്ട് എടുക്കുന്നതുകൊണ്ട് ചാപ്റ്റർ 3 ആണ്. ഒന്ന് സെർച്ച് ചെയ്തെടുക്കട്ടെ കേട്ടോ. അതാണ് okay. Chapter 3. എല്ലാവരും എടുത്തോ? ടെക്സ്റ്റ് ഇല്ലേ നിങ്ങളുടെ അടുത്ത്? ടെക്സ്റ്റ് ഇല്ലേ നിങ്ങളുടെ കയ്യില്? പേജിന്റെ പേജ് നമ്പർ 1 ഷെയർ ചെയ്തിട്ടുള്ളൂ. എല്ലാവർക്കും എളുപ്പമുണ്ടല്ലോ. ഇപ്പൊ നമ്മളിപ്പോ 7th മൊഡ്യൂൾ നിശ്ചാമം നേരത്തെ തുടങ്ങിയായിരുന്നു അല്ലെ 7th മൊഡ്യൂള്. പിന്നെ ആരെങ്കിലും തുടങ്ങിയോ 7th മൊഡ്യൂള്? 59 ആണ് കേട്ടോ, പേജ് നമ്പർ 59. ഇല്ല അല്ലെ? ഓക്കെ, ഇല്ല. അപ്പോ ഇനി 7th മൊഡ്യൂളില് 3ാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ തുടങ്ങണേ. ഇതിലും 2 ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. 3ാമത്തെ ചാപ്റ്റർ പഠിക്കാനുണ്ട്. ഇനി 7ഓ അങ്ങനെയൊക്കെയാണ്. ഓക്കെ, ചാപ്റ്റർ 3 എന്താണ്? ക്വാളിറ്റി മാനേജ്മെന്റ്, ഡെഫിനിഷൻ ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ക്വാളിറ്റി അഷുറൻസ് ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റ്. കുറച്ച് കേട്ട് പരിചയമുള്ള വാക്കുകളൊക്കെ തന്നെയാണ്. ക്വാളിറ്റി മാനേജ്മെന്റ് നമുക്കറിയാലോ. ചാപ്റ്റർ 3 എന്താണ്? ക്വാളിറ്റി മാനേജ്മെന്റ്. ചാപ്റ്ററിന്റെ പേരെന്താ? ക്വാളിറ്റി മാനേജ്മെന്റ്. അതിന്റെ ഡെഫിനിഷൻ എന്താണ്? ക്വാളിറ്റി മാനേജ്മെന്റ് ഡെഫിനിഷൻ ഉണ്ട്, അതിന്റെ പ്രിൻസിപ്പിൾസ് തത്വങ്ങളുണ്ട്, ദെൻ ക്വാളിറ്റി പ്രിൻസിപ്പിൾസ് ഓഫ് ക്വാളിറ്റി അഷുറൻസ് ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റ്. ക്വാളിറ്റി അഷുറൻസിന്റെ, ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ഡെഫിനിഷനും പ്രിൻസിപ്പിൾസും ഒക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ക്വാളിറ്റി മാനേജ്മെന്റ്. ക്വാളിറ്റി മാനേജ്മെന്റ് നോക്കാം കേട്ടോ. പാരഗ്രാഫ് ആണ്, ഒരു പാരഗ്രാഫ് അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഓക്കെ, കറക്റ്റ് അല്ലേ? ക്വാളിറ്റി മാനേജ്മെന്റ് ചാപ്റ്റർ 3
ക്വാളിറ്റി മാനേജ്മെന്റ് മൊഡ്യൂള് 7th ലാസ്റ്റ് മൊഡ്യൂളാണ് നമ്മുടെ 7th മൊഡ്യൂളിലെ 3ാമത്തെ ചാപ്റ്റർ. നോക്കിയേ, ക്വാളിറ്റി മാനേജ്മെന്റ് എന്താണ്? എ ഹോസ്പിറ്റൽ സിസ്റ്റം വിത്ത് മൾട്ടിപ്പിൾ ലൊക്കേഷൻസ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ഈസ് എ ഡൈനാമിക് ഓർഗനൈസേഷൻ. ഡൈനാമിക് എന്ന് പറഞ്ഞാൽ എന്താ? ഡൈനാമിക് ഒരു ചലനാത്മകമായിട്ടുള്ള, ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. നിങ്ങൾ എച്ച് പഠിച്ചിട്ടുണ്ട് പല ഡിപ്പാർട്ട്മെന്റുകൾ അല്ലെ. 5ാമത്തെ ചാപ്റ്റർ ഏറ്റവും ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ആയിരുന്നു നിങ്ങൾക്ക് അല്ലെ. പല ഡിപ്പാർട്ട്മെന്റുകള് പല ലൊക്കേഷനുകളിലുള്ള ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് എന്താ? ഇസ് എ ഡൈനാമിക് ഓർഗനൈസേഷൻ. ഒരു ഡൈനാമിക് ആയിട്ടുള്ള, ഒരു ചലനാത്മകമായിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ്. which has to contend with the numerous internal and external factors. അതിലെന്തൊക്കെയുണ്ട്? ആ ഒരു ഓർഗനൈസേഷനിൽ നിരവധി ഇന്റേണൽ, ഉള്ളിലുള്ള കാര്യങ്ങള് അല്ലെ, ഇന്റേണൽ ആയിട്ടുള്ളത്, പുറമെയുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. അതിനോട് എന്ത് ചെയ്യണം? കണ്ടന്റ് എന്ന് പറഞ്ഞാൽ പോരാടുക. ഓക്കെ, പോരാടുക. അതിന് എന്ത് വേണം? നമ്മളൊരു നല്ല രീതിയിൽ ആ ഹോസ്പിറ്റല് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഒരുമിച്ച് നല്ലൊരു വർക്കിങ്ങിന് ഒക്കെ എന്ത് വേണം? പല ഹോസ്പിറ്റലിന്റെ ഉള്ളിലുള്ളതും പുറമേ ഉള്ളതുമായിട്ടുള്ള നിരവധി ഫാക്ടേഴ്സ്, ഹോസ്പിറ്റലിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പല ഫാക്ടേഴ്സിനോട് എന്ത് ചെയ്യേണ്ടതുണ്ട്? പോരാടേണ്ടതുണ്ട് അല്ലെ. എല്ലാം നമ്മൾ അതല്ലേ നമ്മൾ പറഞ്ഞ അഡ്മിനിസ്ട്രേഷൻ അല്ലെ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ വലിയൊരു കാര്യമല്ലേ അല്ലെ. ഹോസ്പിറ്റലിലെ ഓവറോൾ മാനേജ്മെന്റ് ഓഫ് ദ ഹോസ്പിറ്റൽ അല്ലെ. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? പല ലൊക്കേഷനും ഡിപ്പാർട്ട്മെന്റും ഉള്ള ഒരു ഡൈനാമിക്, ഒരു ചലനാത്മകമായിട്ടുള്ള ഓർഗനൈസേഷന് നമ്മൾ കുറെ ഇന്റേണൽ ആയിട്ടുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സിനോട് പോരാടേണ്ടതുണ്ട്. ഫോർ ദ പർപ്പസ് ഓഫ് പ്രൊവൈഡിങ് ഗുഡ് ക്വാളിറ്റി ആൻഡ് എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഫലപ്രദമായ ആൻഡ് എഫിഷ്യന്റ്, കാര്യക്ഷമമായ പേഷ്യന്റ് കെയർ. അപ്പൊ എന്താ നമ്മുടെ പർപ്പസ്? എന്താ ഹോസ്പിറ്റലിന്റെ ക്വാളിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് എന്താ നമ്മൾ പറഞ്ഞത്? നാബിന്റെയിലൊക്കെ നമ്മൾ എന്താ പറയുക? നല്ല പേഷ്യന്റ് കെയർ കൊടുക്കുക അല്ലെ, ഗുണനിലവാരമുള്ള ഒരു സേവനം കൊടുക്കുക, അങ്ങനെയല്ലേ പറഞ്ഞത് നമ്മള്? എഫക്റ്റീവ് ആൻഡ് എഫിഷ്യന്റ് പേഷ്യന്റ് കെയർ, അതല്ലേ നല്ല ക്വാളിറ്റിയില്. എന്താ ഒരു ആവശ്യം? ഫോർ ദ പർപ്പസ് ഓഫ് പ്രൊവൈഡിങ് ഗുഡ് ക്വാളിറ്റി, നല്ല ഗുണമേന്മയില് നല്ല ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന, ആൻഡ് എഫക്റ്റീവ് ആൻഡ് എഫിഷ്യന്റ് പേഷ്യന്റ് കെയർ, നല്ല ഫലപ്രദമായ കാര്യക്ഷമമായ പേഷ്യന്റ് കെയർ നൽകുന്നതിന്, എന്ന് വെച്ചാൽ അനുയോജ്യമായ, TAILORED, to the actual needs of patient. പേഷ്യൻസിന്റെ യഥാർത്ഥ ആവശ്യങ്ങള് അയാൾക്ക് അനുയോജ്യമായി ചെയ്യേണ്ടത് പറഞ്ഞാൽ അനുയോജ്യമായി. അപ്പൊ പേഷ്യൻസിന്റെ യഥാർത്ഥ ആവശ്യങ്ങൾ, ആക്ച്വൽ നീഡ്സ് അല്ലെ, അവർക്കുടെ യഥാർത്ഥ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായി ഒരു കാര്യക്ഷമമായ, ഒരു ഫലപ്രദമായിട്ടുള്ള നല്ല ക്വാളിറ്റിയില് പേഷ്യന്റ് കെയർ കൊടുക്കുക, രോഗി പരിചരണം നൽകുക എന്ന ആവശ്യത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നോക്കിയേ, എന്തിനെ ഫോക്കസ് ചെയ്യണം? ദ ഫോക്കസ്ഡ് മസ്റ്റ് ബി ഓൺ കണ്ടിന്യൂസ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്. നമ്മൾ എന്തിനെ ഫോക്കസ് ചെയ്യണം അവിടെ? കണ്ടിന്യൂസ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്, നല്ല കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്വാളിറ്റി ഇംപ്രൂവ്മെന്റിന് നമ്മൾ ഫോക്കസ് ചെയ്യണം. അതല്ലേ ലാബിന്റെ ഒക്കെ നമ്മൾ പറഞ്ഞത് അല്ലെ? അവര് ഓരോ 4 വർഷം കൂടുമ്പോൾ അവരതിന്റെ മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഹോസ്പിറ്റലില് 3 വർഷം കൂടുമ്പോൾ, ഹോസ്പിറ്റലിന്റെ 4ാമത്തെ വർഷമാണ് ഇത് വരുന്നത്. അപ്പൊ എന്താണ് ഇങ്ങനെ വർഷങ്ങളും ഇങ്ങനെ 4 വർഷത്തോളം ആകുമ്പോഴത്തേക്കും ലാബിന്റെ മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലെ? ഓരോ. അപ്പൊ അതെന്താ? നമ്മളിപ്പോ ഒരു പ്രാവശ്യം നമ്മൾ നല്ല ക്വാളിറ്റി സർവീസ് കൊടുത്തു, പിന്നെ നമ്മളത് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ എന്ത് വേണം? നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ആ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യണ്ടേ അല്ലെ? ഒരു പ്രാവശ്യം നമ്മൾ ചെയ്തു, അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു, അങ്ങനെ പറ്റുമോ? കണ്ടിന്യൂസ് ആയിട്ട് ആ ഗുണമേന്മ നമ്മൾ എന്ത് ചെയ്യണം? ഇംപ്രൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഓരോ വർഷത്തിലും അല്ലെങ്കിൽ ഓരോ സമയത്തും നമ്മൾ ആ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യണം. ഇവിടെ എന്താ സെന്റൻസിൽ പറഞ്ഞേക്കുന്നത്?
for the purpose of providing good quality and effective and efficient patient care. Tailored എന്ത് നമ്മൾ അനുയോജ്യമായിട്ട് എന്ത് കൊടുക്കണം to the actual needs of the patient. രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. പേഷ്യൻസിന്റെ യഥാർത്ഥ ആവശ്യങ്ങൾക്ക് അനുസൃതമായി നല്ല ഫലപ്രദമായിട്ടുള്ള കാര്യക്ഷമമായിട്ടുള്ള നല്ല ക്വാളിറ്റിയില് നമ്മള് പേഷ്യന്റ് കെയർ പ്രൊവൈഡ് ചെയ്യുന്നതിന് എന്ത് വേണം, നമ്മള് എന്തിനെ ഫോക്കസ് ചെയ്യണം? Must be on continuous quality improvement. We must focus on continuous quality improvement. തുടർച്ചയായിട്ടുള്ള ക്വാളിറ്റി ഇംപ്രൂവ്മെന്റില് നമ്മള് ഫോക്കസ് ചെയ്യണം. ഇത് അണ്ടർലൈൻ ചെയ്തിട്ടോട്ട് അതാണ് എന്തിനെ നമ്മൾ ഫോക്കസ് ചെയ്യണം. For the purpose of providing good quality and effective and efficient patient care and tailored to the actual needs of the patient. Patientsന്റെ യഥാർത്ഥ ആവശ്യങ്ങൾക്ക് അനുസൃതമായിട്ട് നല്ല ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ആവശ്യത്തിന് വേണ്ടിയിട്ട് ഫലപ്രദമായിട്ടുള്ള കാര്യക്ഷമമായിട്ടുള്ള പേഷ്യന്റ് കെയർ കൊടുക്കുന്നതിനൊക്കെ നമ്മൾ എന്തിനെ ഫോക്കസ് ചെയ്യണം? കണ്ടിന്യൂസ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്, അതിനെ ഫോക്കസ് ചെയ്യണം. Therefore, a smart and transparent quality management system for employees and stakeholders is necessary. അത് is നാട്ടോ ആവശ്യമാണ്. Which is widely accepted in organization. അപ്പൊ എന്ത് വേണം? അപ്പൊ അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് നമ്മൾ ഫോക്കസ് ചെയ്യണം എന്ന് പറഞ്ഞു. അതിനു വേണ്ടി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? The smart and transparent quality management system. നല്ല സ്മാർട്ട് ആയിട്ടുള്ള ട്രാൻസ്പെറന്റ്, എല്ലാവർക്കും സുതാര്യമായിട്ടുള്ള രീതിയിൽ അല്ലെ, ഒരു മറയ കൂടിയൊന്നും പാടില്ല അവിടെ അല്ലെ, ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള, എല്ലാവർക്കും ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള സ്മാർട്ട് ആയിട്ടുള്ള ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം ആർക്ക് വേണം? ഫോർ എംപ്ലോയീസ് ആൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. എംപ്ലോയീസിനും ഹോസ്പിറ്റലിന്റെ ആ ഒരു എന്താ പറയാ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് വെച്ചാൽ എന്താ, ഒരു പ്രവർത്തനങ്ങളിലും തീരുമാനങ്ങളിലും ഒക്കെ താല്പര്യമുള്ള വ്യക്തികൾ, ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളിലും അവിടുത്തെ പ്രവർത്തനങ്ങളിലൊക്കെ താല്പര്യമുള്ള വ്യക്തികൾ, ഓഹരി ഉടമ എന്നുള്ള മീനിങ് ഉണ്ട് കേട്ടോ. അവിടുത്തെ സ്റ്റാഫുകൾക്കും അതിന്റെ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളിലും ഫലങ്ങളിലും തീരുമാനങ്ങളിലും ഒക്കെ താല്പര്യമുള്ള വ്യക്തികളോ അല്ലെങ്കിൽ ഗ്രൂപ്പുകൾക്കോ ഒക്കെ വേണ്ടിയിട്ട് എന്ത് വേണം? സ്മാർട്ട് ആൻഡ് ട്രാൻസ്പെറന്റ് ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം അത്യാവശ്യമാണ്. വിച്ച് ഈസ് widely accepted. അത് എങ്ങനത്തെ ആയിരിക്കണം? ഒരു ഓർഗനൈസേഷൻ അക്സെപ്റ്റ് ചെയ്ത അല്ലെ, ഒരു എങ്ങനെ വേണം? ഒരു ഓർഗനൈസേഷൻ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു നല്ലൊരു സ്മാർട്ട് ആയിട്ടുള്ള ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം വേണം. ആർക്ക്? ഫോർ എംപ്ലോയീസ് ആൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. കിട്ടിയോ? അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. സ്മാർട്ട് ആൻഡ് ട്രാൻസ്പെറന്റ് ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം ഫോർ എംപ്ലോയീസ് ആൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഈസ് നെസസറി. അത്യാവശ്യമാണ്. വിച്ച് ഈസ്, അതെങ്ങനെയായിരിക്കണം? ഒരു ഓർഗനൈസേഷൻ അംഗീകരിച്ചിട്ടുള്ള രീതിയിലായിരിക്കണം. വിച്ച് ഈസ് വൈഡ്ലി അക്സെപ്റ്റഡ് ഇൻ ദ ഓർഗനൈസേഷൻ. അപ്പൊ രണ്ട് കാര്യങ്ങൾ നമ്മൾ അവിടെ അണ്ടർലൈൻ ചെയ്തിടണം. നമുക്ക് നല്ല ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യാനൊക്കെ ആയിട്ട് അല്ലെ, നല്ല പേഷ്യൻസിന് നീഡ് കൊടുക്കാൻ നമുക്ക് എന്ത് വേണം? നമ്മൾ എന്തിനെ ഫോക്കസ് ചെയ്യണം എന്ന് പറഞ്ഞു? കണ്ടിന്യൂസ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്, അതിനെ ഫോക്കസ് ചെയ്യണം. പിന്നെ അടുത്ത് പറഞ്ഞെന്താ? സ്മാർട്ട് ആയിട്ടുള്ള ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം എംപ്ലോയീസിനും സ്റ്റേക്ക് ഹോൾഡേഴ്സിനും വേണം. അത് അത്യാവശ്യമാണ്. ഒരു നല്ലൊരു ക്വാളിറ്റി മാനേജ്മെന്റ് വേണ്ടേ നമുക്ക് അല്ലെ? ഹോസ്പിറ്റലിന്റെ ഉയർച്ചയ്ക്ക്, സ്റ്റാഫുകൾക്കും പേഷ്യൻസിന് നല്ല കെയർ കൊടുക്കാൻ, എല്ലാത്തിനും നമുക്ക് എന്താ ഈ അക്രഡിറ്റേഷൻ കിട്ടാൻ, എല്ലാത്തിനും നമുക്ക് സ്മാർട്ട് ആയിട്ടുള്ള ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം വേണം. ഇനി അടുത്തത് നോക്കി, ഇവിടെ ഒരു പടമൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. ക്വാളിറ്റിയുടെ ക്യൂ അങ്ങോട്ട് ചേർത്ത് വെക്കുകയാണ് അവര്. കണ്ടാ പടത്തിന്ന് മനസ്സിലായോ? എന്താ അവിടെ പടത്തി കൊടുത്തേക്കണേ? ആണ് ക്വാളിറ്റിയുടെ നമ്മൾ ക്യൂ ചേർത്ത് വെക്കുന്നത്. അതായത് എല്ലാം കൂടി നമ്മൾ ചേർത്ത് നല്ലൊരു ക്വാളിറ്റി അവിടെ നമ്മൾ കൊടുക്കണം. ഇവിടെ രണ്ട് ഡെഫിനിഷൻ അവിടെ തന്നിരിക്കുന്നത്. ക്വാളിറ്റി എല്ലാവർക്കും അറിയാം. എന്താണ് ക്വാളിറ്റി? വാട്ട് ഈസ് ക്വാളിറ്റി? ക്വാളിറ്റി എന്ന് പറഞ്ഞ എന്താ ഡെഫിനിഷൻ ഒന്നും ചോദിക്കൂല, എന്നാലും ഒന്ന് ചിലപ്പോ നമുക്ക് എന്താ പറയാ,
ഡാഷിട്ടൊക്കെ വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. ഡെഫിനിഷൻ ആയിട്ട് എഴുതാനുണ്ടാവില്ല എന്തായാലും. ക്വാളിറ്റി റെഫേഴ്സ് ടു ഡിഗ്രി ഓഫ് എക്സലൻസ്. അത് ചോദിക്കാം. ക്വാളിറ്റി റെഫേഴ്സ് ടു ഡാഷ്. എന്താണ് ക്വാളിറ്റി എന്ന് പറയുന്നത്? എന്താ? ഡിഗ്രി ഓഫ് എക്സലൻസ്, മികവിന്റെ ഡിഗ്രി. എക്സലൻസ് മികവ് അല്ലെ, നമ്മൾ നല്ല മികച്ചതാണ്, അതല്ലേ ക്വാളിറ്റി പറയണേ. നല്ല ഗുണമേന്മ, മികവിന്റെ ഡിഗ്രിയാണ്. ഡിഗ്രി ഓഫ് എക്സലൻസ്, ദാറ്റ് ഈസ് ക്വാളിറ്റി. ആൻഡ് ഡിപ്പെൻഡ്സ് ഓൺ, ഇനി അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നേ? ഓൺ വാട്ട് എ പേഴ്സൺ പെർസീവ്സ്. പെർസീവ് എന്ന് വെച്ചാൽ കാണുക. ഇൻ എ പർട്ടിക്കുലർ സിറ്റുവേഷൻ. അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ആ മികവ് എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നേ? ഓൺ വാട്ട് എ പേഴ്സൺ പെർസീവ്സ് ഇൻ എ പർട്ടിക്കുലർ സിറ്റുവേഷൻ. ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ആ ഒരു പേഴ്സൺ കാണുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ മികവ്. ആ മികവിന്റെ ഡിഗ്രിയാണ് ക്വാളിറ്റി. ഇപ്പൊ നമ്മള് നല്ല ക്വാളിറ്റിയാന്ന് എങ്ങനെയാ നമ്മൾ പറയുന്നത്? നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നു, അവിടെ നല്ല ക്വാളിറ്റി ഉള്ള സർവീസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ എങ്ങനെയാ അത് അറിയുന്നേ? എങ്ങനെയാ നമ്മൾ അറിയുന്നേ? എങ്ങനെയാ അറിയാൻ പറ്റുക? ട്രീറ്റ്മെന്റ്. ഓക്കെ, ട്രീറ്റ്മെന്റിൽ കൂടെ നമുക്കറിയാം. കെയർ. ഓക്കെ, വെരി ഗുഡ്. നല്ല കെയർ തരികയാണെങ്കിൽ നമ്മൾ പറയും നല്ല ക്വാളിറ്റി ആണ്. പിന്നെ അപ്പൊ അതെങ്ങനെയാ? നമുക്കത് ഫീൽ ചെയ്യുന്ന കാര്യമാണ് അല്ലെ, നമ്മൾ കാണുന്ന കാര്യമാണ്. ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഒരു പേഴ്സൺ, ഒരു വ്യക്തി എന്താണോ അവിടെ കാണുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ എക്സലൻസ്, ആ മികവ്. നമ്മൾ പറയില്ലേ നല്ല ബെറ്റർ ആണ് അല്ലെ, നല്ല ഗുഡ് ആണ്, നല്ല എക്സലൻസ് ആണ് എന്നൊക്കെ നമ്മൾ പറയും. അത് നമ്മുടെ കണ്ണുകളിലൂടെ നമ്മൾ കാണുന്ന കാര്യമാണ്. ലാഭാണെങ്കിലും നമ്മൾ പറഞ്ഞു അക്രഡിറ്റേഷൻ ഒക്കെ കൊടുക്കാനായിട്ട് നമ്മളെ 10 ചാപ്റ്റർ 100 സ്റ്റാൻഡേർഡ് 651 ഒബ്ജക്റ്റീവ് എലമെന്റ് ഒക്കെ പറഞ്ഞു. അപ്പൊ ആ സ്റ്റാൻഡേർഡുകൾ അവർ പാലിക്കുന്നതിന്റെ അനുസരിച്ചാണ് ആ ക്വാളിറ്റിക്ക് അവർ അംഗീകാരം കൊടുക്കുന്നത് അല്ലെ. അവരുടെ കണ്ണിലൂടെ നോക്കി കാണുമ്പോഴാണ് അതിന് എല്ലാവരും ഓക്കെയാണ്, പെർഫെക്റ്റ് ആണ്, എല്ലാ സ്റ്റാൻഡേർഡ്സും അവർ കീപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. അതെന്താ? നമ്മുടെ വീക്ഷണത്തിലൂടെയാണത് അല്ലെ, നമ്മുടെ ആ ഒരു കാഴ്ചപ്പാടിലൂടെ. ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ആ ഒരു വ്യക്തി എന്താണോ കാണുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ ഒരു മികവ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഡിഗ്രി ഓഫ് എക്സലൻസ് ആണ് ക്വാളിറ്റി. അണ്ടർലൈൻ ചെയ്തോ? ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. ഇപ്പൊ ഡാഷ് ഇട്ട് ആദ്യം വേണമെങ്കിൽ ഡാഷ് ഇട്ട് ചോദിക്കാം. ഡാഷ് refers to degree of excellence and depend on what a person perceives in a particular situation. അങ്ങനെ വേണേ ചോദിക്കാം. ആ ഒരു സെന്റൻസ് തന്നെ ചോദിക്കാം. അപ്പൊ നമ്മൾ ക്വാളിറ്റി എഴുതാം. ഇനി വേണമെങ്കിൽ ചോദിക്കാം ക്വാളിറ്റി refers to ഡാഷ് എന്തെഴുതും? ഡിഗ്രി ഓഫ് എക്സലൻസ്. ഒരു എക്സലൻസ് മികവിന്റെ ഡിഗ്രിയാണ് ക്വാളിറ്റി. ക്ലിയർ ആയോ? ഇനി സയന്റിഫിക്കലി, ഇനി ശാസ്ത്രീയ, ഇപ്പൊ നമ്മൾ സാധാരണ നോർമൽ ലെവലിൽ നമ്മൾ പറഞ്ഞതാട്ടോ ക്വാളിറ്റി എന്നുള്ളത്. ഇനി സയന്റിഫിക്കലി സ്പീക്കിംഗ്, ശാസ്ത്രീയമായി പറയുകയാണെങ്കിൽ ദ സിംപ്ലസ്റ്റ് മീനിങ് ഓഫ് ക്വാളിറ്റി. ഇനി ശാസ്ത്രീയമായി നമ്മൾ ക്വാളിറ്റിക്ക് സിമ്പിൾ ആയിട്ട് എങ്ങനെ മീൻ ചെയ്യാൻ പറ്റും? ദ ഡിഗ്രി ഓഫ് അഡ്ഹിയറൻസ്. അഡ്ഹിയർ എന്ന് വെച്ചാൽ എന്താ? പാലിക്കുക. ഡിഗ്രി ഓഫ് അഡ്ഹിയറൻസ്, പാലനം, പാലിക്കുക. ഏറ്റവും ലളിതമായിട്ട് ഏറ്റവും സിംപ്ലസ്റ്റ് മീനിങ് എന്ന് പറഞ്ഞാ എന്താണെന്ന് നോക്കിയേ? പാലിക്കുക. ഓഫ് എ പ്രൊഡക്റ്റ് ഓർ സർവീസ് ടു ദ പ്രീ ഡിറ്റർമിൻഡ് സ്പെസിഫിക്കേഷൻ. പ്രീ ഡിറ്റർമിൻഡ് എന്ന് പറഞ്ഞാ മുൻകൂട്ടി അല്ലെ, മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ, സ്പെസിഫിക്കേഷൻ. ഇപ്പൊ എന്താണ് നമ്മൾ പറയുന്നത്? ശാസ്ത്രീയമായി പറയുവാണെങ്കിൽ എന്താ? പ്രീ ഡിറ്റർമിൻഡ് സ്പെസിഫിക്കേഷൻ അല്ലെ, അത് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ചില മാനദണ്ഡങ്ങള് ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഒരു സർവീസോ പാലിക്കുന്നതിന്റെ ഡിഗ്രിയാണ് എന്തെന്ന് പറയാ? ക്വാളിറ്റി. ഇപ്പൊ നാവിന്റെ ആരെയൊക്കെ നോക്കിയേ അല്ലെ, അവർക്കിടെ കുറച്ച് മാനദണ്ഡങ്ങൾ, ആ സ്പെസിഫിക്കേഷൻസ് ഉണ്ട് അല്ലെ, മാനദണ്ഡങ്ങൾ, സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അത് മുൻകൂട്ടി നിശ്ചയിച്ച് വെച്ചേക്കുന്നതാ. ഇത്ര സ്റ്റാൻഡേർഡ് അല്ലെ, ഇന്ന കാര്യങ്ങൾ ഓരോന്നും നമ്മള് ഡീറ്റെയിൽ ഇപ്പൊ നമ്മള് PGയിൽ നമ്മൾ പഠിച്ചു അല്ലേ അതിനകത്ത്. അപ്പൊ അത് മുൻകൂട്ടി വെച്ചേക്കുന്ന കാര്യങ്ങളാണ്. ഈ 10 ചാപ്റ്റർ, അതിൽ ഓരോന്നിനും ഓരോ സ്റ്റാൻഡേർഡിലും എന്താ പറയുന്നത്, ഇതൊക്കെ നമ്മൾ മുൻകൂട്ടി വെച്ചേക്കുന്ന കാര്യം. അപ്പൊ ആ പ്രീ ഡിറ്റർമിൻ ചെയ്തിട്ടുള്ള ആ സ്പെസിഫിക്കേഷൻ ഒരു സർവീസ്, ഹോസ്പിറ്റലിൽ നമ്മൾ സർവീസ് അല്ലേ പറയുന്നത്, ഒരു സർവീസ് ആ ഹോസ്പിറ്റല് പാലിക്കുന്നതിന്റെ ഡിഗ്രിയാണ് ക്വാളിറ്റി. ശരിയല്ലേ? ആലോചിച്ച് നോക്കിയേ
അല്ലെ? അവര് മുൻകൂട്ടി നിശ്ചയിച്ചു വെച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ ഹോസ്പിറ്റല് പാലിക്കുന്നുണ്ടോ? അതാണ്, പാലിക്കുന്നുണ്ടെങ്കിലാണ് നമ്മൾ ക്വാളിറ്റി ഉണ്ടെന്ന് പറയുള്ളൂ, അതിനുള്ള അക്രഡിറ്റേഷൻ കൊടുക്കുള്ളൂ. ഇപ്പൊ സയന്റിഫിക്കലി അല്ലെങ്കിൽ നമ്മുടെ സിംപ്ലസ്റ്റ് മീനിങ്ങിൽ എന്ത് പറയാം? ദ ഡിഗ്രി ഓഫ് അഡ്ഹിയറൻസ് ഓഫ് എ പ്രൊഡക്റ്റ് ഓർ സർവീസസ് ടു ദ പ്രീ ഡിറ്റർമിൻഡ് സ്പെസിഫിക്കേഷൻ. അതുകൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തോ കേട്ടോ. രണ്ടാമത്തെ ഡെഫിനിഷൻ ആണ് നമ്മുടെ ക്വാളിറ്റിക്ക് കൊടുത്തേക്കുന്നത്. അണ്ടർലൈൻ ചെയ്തോ? മനസ്സിലാവുന്നുണ്ടോ? ചാപ്റ്റർ ബുദ്ധിമുട്ടാണോ? എളുപ്പല്ലേ? കുറച്ചൊക്കെ എളുപ്പം തോന്നുന്നുണ്ട് അല്ലേ? ഓക്കെ. ഇനി അടുത്ത് എന്താ പറഞ്ഞത്? അപ്പൊ രണ്ട് ഡെഫിനിഷൻ നമ്മൾ അവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ഡെഫിനിഷൻ ആയിട്ട് തന്നിട്ട് നമുക്ക് ഡാഷ് ഇട്ട് വേണമെങ്കിൽ ചോദിക്കാം. പിന്നെ അല്ലെങ്കിൽ ഇപ്പൊ ഡിഗ്രി ഓഫ് ഡാഷോ അല്ലെങ്കിൽ എന്തെങ്കിലും അതിന് എന്തെങ്കിലും വേണമെങ്കിലും നമുക്ക് ചോദിക്കാം. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞിരുന്നത്? ദി ഡിഗ്രി ഓഫ് അഡ്ഹിയറൻസ് ഓഫ് എ പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റ് ആണെങ്കിലും ചില കാര്യങ്ങൾ അവർക്കിടയിലായ ചില സ്പെസിഫിക്കേഷൻസ് ഉണ്ടാവും, മാനദണ്ഡങ്ങൾ ഉണ്ടാവുമല്ലോ. അത് അവര് പാലിക്കുന്ന ആ ഗുണങ്ങൾ അവര് പാലിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് അത് ക്വാളിറ്റി ആണെന്ന് പറയാൻ പറ്റുള്ളൂ, അല്ലേ? അതിലെല്ലാ കണ്ടന്റും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും അവര് അതിനകത്ത് കറക്റ്റ് അളവില് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നല്ല ക്വാളിറ്റി. ഏതെങ്കിലും കുറഞ്ഞു പോയാലോ കൂടിപ്പോയാലോ ആ പ്രൊഡക്റ്റ് നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് പറയാൻ പറ്റില്ല, അല്ലേ? അപ്പൊ പ്രൊഡക്റ്റ് ആയിക്കോട്ടെ സർവീസ് ആയിക്കോട്ടെ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ഇങ്ങനെ സ്പെസിഫിക്കേഷൻ പാലിക്കുന്ന ഡിഗ്രിയാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. The American quality practice took place in the 1800s as they were molded by the changes in the dominant production methods like the American quality practice took place in a year note ചെയ്ത് വെച്ചോട്ടോ. എന്നാണ് നടന്നത്? 1800-കളില് അമേരിക്കൻ ക്വാളിറ്റി പ്രാക്ടീസ് took place in the 1800s, 1800-കളില് as they were molded, by the changes in the dominant production methods, പ്രബലമായ ഒരു ഉൽപാദന രീതികളാൽ ഉൽപാദന മാറ്റങ്ങളാൽ രൂപപ്പെടുത്തിയിട്ടുള്ള അവര് മോൾഡ് ചെയ്തെടുക്കുക ചെയ്തത് എന്താ? പ്രബലമായിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ, ഒരു ഉൽപാദന രീതികളാൽ ചേഞ്ച് ചെയ്തിട്ടുള്ള മാറ്റങ്ങളാൽ രൂപപ്പെടുത്തിയിട്ടുള്ള എന്താ പറഞ്ഞിരുന്നത്? ഡോമിനന്റ് പ്രൊഡക്ഷൻ. എന്താ? പ്രബലമായിട്ടുള്ള ഒരു ഉൽപാദന രീതികളാൽ രൂപപ്പെടുത്തിയിട്ടുള്ള അമേരിക്കൻ ക്വാളിറ്റി പ്രാക്ടീസ് നിലവിൽ വന്നത് took place എന്നാണ് 1800s, 1800-കളിലാണ്. അപ്പൊ അവിടെ ആ ഡേറ്റ് നമ്മൾ ആ ഇയർ ഇതൊന്ന് നോക്കുക, എപ്പോഴാണ് ആ ടൈം എന്നുള്ളത് ഒന്ന് നോക്കി വെക്കാം കേട്ടോ. പിന്നെ പ്രബലമായ ഒരു പ്രൊഡക്ഷനില് ഉൽപാദന രീതികൾ മെത്തേഡ്സില് പ്രൊഡക്ഷൻ മെത്തേഡ്സ് പ്രബലമായിട്ടുള്ള ഒരു ഉൽപാദന രീതികളിൽ മാറ്റം വരുത്തിയിട്ടുള്ള മാറ്റങ്ങളാൽ രൂപപ്പെടുത്തിയ അവിടെ കുറെ ചേഞ്ചുകൾ വന്നു എന്ന് സാരം. പ്രൊഡക്ഷൻ മെത്തേഡിൽ കുറെ ചേഞ്ചുകൾ വന്നു. അങ്ങനെ മാറ്റങ്ങളാൽ രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു ക്വാളിറ്റി പ്രാക്ടീസ്. മനസ്സിലാവുള്ള നിങ്ങൾക്ക്? ഒരു എന്താ പറയുക, അമേരിക്കൻ ക്വാളിറ്റി പ്രാക്ടീസ് എന്ന് പറഞ്ഞാ അവര് പ്രൊഡക്ഷൻ മെത്തേഡില് അവരുടെ ഉൽപാദന രീതികളില് എന്താ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള മാറ്റങ്ങളാൽ രൂപപ്പെടുത്തി, മാറ്റങ്ങളാല് കുറച്ച് രൂപമാറ്റം വരുത്തി. അവര് എന്ത് ചെയ്തു? ആ പ്രൊഡക്ഷനിൽ തന്നെ പല മാറ്റം വരുത്തിയിട്ടുണ്ടാവും. ആ പ്രൊഡക്ഷൻ മെത്തേഡില് ഉണ്ടായ മാറ്റങ്ങളാൽ രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു ക്വാളിറ്റി പ്രാക്ടീസ്, അമേരിക്കൻ ക്വാളിറ്റി പ്രാക്ടീസ് 1800-കളില് നിലവിൽ വന്നു, 800-കളിൽ നടന്നു. അതിനകത്ത് ഏതൊക്കെയാണ് ആ മാറ്റം വരുത്തിയ മേഖലകള്? മെത്തേഡ്സ് ലൈക്ക് ഏതൊക്കെയാന്ന് നോക്കിയേ. ക്രാഫ്റ്റ്മാൻഷിപ്പ്. ക്രാഫ്റ്റ്മാൻഷിപ്പ് എന്താ? കരകൗശല വൈദഗ്ധ്യം. ക്രാഫ്റ്റ് വർക്കുകള് ചെയ്യാറുണ്ടോ? ക്രാഫ്റ്റ് വർക്ക്, ക്രാഫ്റ്റ്മാൻഷിപ്സ്, കരകൗശല വൈദഗ്ധ്യം അല്ലെങ്കിൽ കരകൗശലം എന്നൊക്കെ പറയാം. മെയിൻറ്റെയിൻ ദ ഫോം ഓഫ് ക്വാളിറ്റി. അപ്പൊ അവരെങ്ങനെയാണ് ക്വാളിറ്റി അവർ മെയിൻറ്റെയിൻ ചെയ്യണേ? മെയിൻറ്റെയിൻ ദ ഫോം ഓഫ് ക്വാളിറ്റി ബൈ ഇൻസ്പെക്ടിങ് ദ ഗുഡ്സ് ബിഫോർ സെയിൽ. കണ്ടോ? അവർക്കുള്ള ക്വാളിറ്റി അങ്ങനെ അവർ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നേ കരകൗശലത്തില്. ഇൻസ്പെക്ടിങ് ദ ഗുഡ്സ്, സാധനങ്ങൾ അവർ പരിശോധിക്കുന്നു. ഇൻസ്പെക്ട് ചെയ്യാന്ന് വെച്ചാൽ
പരിശോധിക്കുക. ഇൻസ്പെക്ടിങ് ദ ഗുഡ്സ് ബിഫോർ സെയിലിംഗ്. എങ്ങനെയാ, എപ്പോഴാ പരിശോധിക്കണേ? വിറ്റ് കഴിഞ്ഞിട്ട് പരിശോധിച്ചിട്ട് കാര്യമുണ്ടോ? ക്വാളിറ്റി പരിശോധിച്ചിട്ട് കാര്യമുണ്ടോ? ബിഫോർ സെയിൽ അല്ലെ? അവര് ആ പ്രൊഡക്റ്റ് എന്ത് ചെയ്യാ, ആ ഗുഡ്സ് സെയിൽ ചെയ്യുന്നതിന് മുന്നേ, വിൽക്കുന്നതിന് മുന്നേ അവര് എന്ത് ചെയ്യുന്നു? ആ ക്വാളിറ്റി പരിശോധിക്കുന്നു. അങ്ങനെ അവർക്കടെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാം അല്ലേ? അത് വിൽക്കണതിന് മുന്നേ നമ്മൾ എല്ലാം ഓക്കെ ആണോ, എല്ലാത്തിന്റെ ക്വാളിറ്റി ഒക്കെ ഒന്നുകൂടി പരിശോധിച്ച് നല്ല ക്വാളിറ്റിയിൽ അവർക്ക് സെയിൽ ചെയ്യാം അല്ലേ? അപ്പൊ അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ, നമുക്ക് ആ പരിശോധനയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതിന് ഇംപ്രൂവ്മെന്റ് വരുത്തിയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ അവർക്ക് സെയിൽ ചെയ്യാം അല്ലേ? അപ്പൊ അവിടെ എന്താ പറഞ്ഞേക്കുന്നത്? അവിടെ നമുക്ക് അങ്ങനെ അവരെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ, ആ ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. In craftsmanships maintain the form of quality by inspecting the goods. അല്ലെങ്കിൽ ക്വാളിറ്റി ബൈ ഡാഷ് എന്ന് പറഞ്ഞു കൊടുക്കാം വേണമെങ്കിൽ. എങ്ങനെ അവർക്ക് ക്വാളിറ്റി അവർ മെയിൻറ്റെയിൻ ചെയ്യാം? അവര് സെയിൽ ചെയ്യുന്നതിന് മുന്നേ സാധനങ്ങള് പരിശോധിച്ച് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യും, ക്വാളിറ്റി നിലനിർത്തും. ക്ലിയർ ആണോ? ഓക്കെ, ഫസ്റ്റത്തെ ആട്ടോ. കൗശല്യ വൈദഗ്ധ്യത്തില് അവര് അവർക്കടെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് അവർക്കടെ സാധനങ്ങള് സെയിൽ ചെയ്യുന്നതിന് മുന്നേ പരിശോധിച്ച് അവര് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യും. ഇനി അടുത്ത് നോക്കിയത് ഫാക്ടറി സിസ്റ്റം. അടുത്ത ഫാക്ടറി സിസ്റ്റത്തിൽ എങ്ങനെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാം? ക്വാളിറ്റി വാസ് അഷ്യൂർഡ്. ക്വാളിറ്റി എങ്ങനെ അവർക്ക് ഉറപ്പുവരുത്താം? അഷ്യൂർഡ് എന്ന് വെച്ചാൽ ഉറപ്പിക്കുക, അഷ്യൂർഡ് ഉറപ്പിക്കുക. ത്രൂ ദ സ്കിൽസ് ഓഫ് ലേബേഴ്സ്. ലേബർ ആരാ? തൊഴിലാളികൾ. തൊഴിലാളികളുടെ കഴിവ് കൊണ്ട്. ആൻഡ് റെഗുലർ ഓഡിറ്റ്. പതിവായിട്ട് ഓഡിറ്റ് നടത്തൂലേ? കണക്കും കാര്യങ്ങളും ഒക്കെ പതിവായിട്ട് അവർ പരിശോധിക്കൂലേ? ഓഡിറ്റ് നടത്തുക. പിന്നെ ഇൻസ്പെക്ഷൻ, പരിശോധനയിലൂടെ ഫാക്ടറി സിസ്റ്റത്തില് ക്വാളിറ്റി ഉറപ്പുവരുത്താം. അണ്ടർലൈൻ ചെയ്തോ? അത് 3 കാര്യങ്ങളാ. ഇപ്പൊ തൊഴിലാളികൾക്ക് നല്ല കഴിവുകള്, സ്കിൽസ് ഓഫ് ലേബേഴ്സിന്റെ കഴിവ് കൊണ്ട് ക്വാളിറ്റി നിർത്താൻ പറ്റില്ലേ? നല്ല സ്കിൽഡ് ആയിട്ടുള്ള, നല്ല ഏബിൾ ആയിട്ടുള്ള അല്ലെ, നല്ല കഴിവുള്ള തൊഴിലാളികളാണ് അല്ലെ? അതിൽ കൂടെ അങ്ങനെയുള്ള തൊഴിലാളികളിൽ കൂടെയും റെഗുലർ ആയിട്ട് പതിവായിട്ടുള്ള ഓഡിറ്റിലൂടെയും പതിവായ പരിശോധനയിലൂടെയും ഫാക്ടറി സിസ്റ്റത്തില് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ ചോദിക്കാട്ടോ. ഇൻ ഫാക്ടറി സിസ്റ്റം ക്വാളിറ്റി വാസ് അഷ്യൂർഡ് ത്രൂ ഡാഷ്. ഇതിലൂടെയൊക്കെയാണ് അണ്ടർലൈൻ ചെയ്തോ? സ്കിൽസ് ഓഫ് ലേബേഴ്സ്, റെഗുലർ ഓഡിറ്റ് ആൻഡ് ഇൻസ്പെക്ഷൻ. ഇനി അടുത്ത നോക്കിയേ, ടൈലർ സിസ്റ്റം. ഇനി ടൈലർ സിസ്റ്റത്തിൽ എങ്ങനെയാ? ടൈലർ എന്ന് പറഞ്ഞാരാ? ടൈലർ ആരാ? ടൈലേഴ്സ്? തയ്യൽക്കാര്. ഓക്കെ. ഇനി ടൈലേഴ്സ് എങ്ങനെയാണ് അവരുടെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണേ? നോക്കി, ദ ടൈലർ സിസ്റ്റം. Taylor's aim was to increase productivity without increasing the number of skilled craftsmen. He attained this. എങ്ങനെ നിലനിർത്താം? Taylor's aim was to increase productivity. അവരെന്താ എയിം? എന്താ അവർക്കുടെ എയിം? എന്താ? പ്രൊഡക്ടിവിറ്റി, ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക. അതാണ് അവർക്കുടെ എയിം അല്ലെ? അവർക്കുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടുക, അവർക്കുടെ ഉൽപാദനം കൂട്ടുക. അതാണ് ടൈലറിന്റെ എയിം എന്ന് പറയുന്നത്. വിത്തൗട്ട്, ഏതിനേക്കാളും, ഇൻക്രീസിംഗ് ദ നമ്പർ ഓഫ് സ്കിൽഡ് ക്രാഫ്റ്റ്മാൻസ്. ഈ സ്കിൽഡ് ആയിട്ടുള്ള നല്ല കഴിവുള്ള ക്രാഫ്റ്റ്മാന്റെ എണ്ണം കൂട്ടുന്നതിലല്ല അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. വിത്തൗട്ട് ഇൻക്രീസിംഗ്, അത് ഇൻക്രീസ് ചെയ്യുന്നതിലല്ല. വിത്തൗട്ട് ഇൻക്രീസിംഗ് ദ നമ്പർ ഓഫ് സ്കിൽഡ് ക്രാഫ്റ്റ്മാന്റെ അങ്ങനെ സ്കിൽഡ് ആയിട്ടുള്ള ക്രാഫ്റ്റ്മാന്റെ എണ്ണം കൂട്ടുന്നതിലല്ല അവര് ക്വാളിറ്റി അവര് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എങ്ങനെയാണ്? അവരുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടുക എന്നുള്ളതാണ് എയിം. അണ്ടർലൈൻ ചെയ്തോട്ടോ ആ സെന്റൻസ് കൂടി. ടൈലേഴ്സ് എയിം വാസ് ടു ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി. എന്താണ്? പ്രൊഡക്ടിവിറ്റി കൂട്ടുക എന്നുള്ളതാണ് ടൈലേഴ്സിന്റെ എയിം എന്ന് പറയുന്നത്. ഏതിനേക്കാളും? വിത്തൗട്ട് ഇൻക്രീസിംഗ് ദ നമ്പർ ഓഫ് സ്കിൽഡ്
ക്രാഫ്റ്റ്മാന്റെ സ്കിൽഡ് ആയിട്ടുള്ള ക്രാഫ്റ്റ്മാന്റെ എണ്ണം കൂട്ടുന്നതിനേക്കാൾ അതല്ല അവർ നോക്കുന്നത് പ്രൊഡക്ടിവിറ്റി കൂട്ടുക. The beginning of the 20th century marked the addition of process in quality practice. ഇനി നോക്കിയേ, the beginning of the 20th century, 20th centuryയുടെ ആരംഭത്തില് beginning എന്ന് പറഞ്ഞാൽ ആരംഭത്തില്, the 20th centuryയുടെ ആരംഭത്തില് എന്ത് ചെയ്തു? ക്വാളിറ്റി പ്രാക്ടീസ് അതിനുള്ള പ്രോസസ് അവര് ഉൾപ്പെടുത്തി. The beginning of the 20th century marked the addition of process in quality practice. Quality പ്രാക്ടീസില് എന്തുകൂടി ഉൾപ്പെടുത്തി അവര്? എന്തുകൂടി? അതിനുള്ള പ്രോസസ്സും കൂടി ഉൾപ്പെടുത്തി. എപ്പോഴാ? The beginning of the 20th century. Okay. The beginning of the 20th century marked the addition of process in quality practice. Quality practice-ല് അവര് അതിനുള്ള പ്രോസസ്സ് ഉൾപ്പെടുത്തി. ഇനി അടുത്തത് കുറച്ച് പേരുകളാണ് കേട്ടോ. വാൾട്ടർ സ്റ്റീവാർട്ട്, statistician ആണ് കേട്ടോ. A statistician for Bell Laboratories started to focus on controlling the process in the mid 1920s. എന്താ? 1920 അല്ലെ? 1920s, 1920കളുടെ മധ്യത്തില്, മിഡ് എന്നാ പറഞ്ഞേക്കണേ, മധ്യത്തില് എന്താണ് കൺട്രോൾ ചെയ്യുന്നത്? ഫോക്കസ് ഓൺ കൺട്രോളിങ് ദ പ്രോസസ്. കണ്ടോ? ആ പ്രോസസ് കൺട്രോൾ ചെയ്യുന്നതില് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി. ആരാണ്? വാൾട്ടർ സ്റ്റീവാർട്ട്. വാൾട്ടർ സ്റ്റുവാർട്ട് എന്ത് ചെയ്തു? A statistician for Bell Laboratories started to focus on controlling the process. എന്താണ് അവർ ചെയ്യാൻ തുടങ്ങിയത്? അദ്ദേഹം എന്താ ചെയ്തത്? പ്രോസസ് കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. In the mid 1920s, 1920കളുടെ മധ്യത്തില് ആ പ്രോസസ് കൺട്രോൾ ചെയ്യുന്നതില് ഫോക്കസ് ചെയ്തു. അദ്ദേഹം അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി. He ensured quality was significant for both the finished product and the methods used to create it. Underline ചെയ്തോട്ടാ sentence. അദ്ദേഹം എന്താണ് എൻഷുർ ചെയ്ത് ഉറപ്പുവരുത്തിയത്? Quality was significant for both the finished product. ഫിനിഷ് ആയിട്ടുള്ള പ്രൊഡക്റ്റിനും പിന്നെ അതുപോലെ and the method used to create it. അത് ക്രിയേറ്റ് ചെയ്യാനുള്ള മെത്തേഡിലും ക്വാളിറ്റി എന്ത് ചെയ്തു? സിഗ്നിഫിക്കന്റ് ആണ് അല്ലെ? ക്വാളിറ്റി വാസ് സിഗ്നിഫിക്കന്റ്. ക്വാളിറ്റി പ്രാധാന്യം അർഹിക്കുന്നു എന്ന് അദ്ദേഹം ഉറപ്പുവരുത്തി. ഫിനിഷ് ആയിട്ടുള്ള പ്രൊഡക്റ്റിലും അത് സൃഷ്ടിക്കുന്നതിനുള്ള മെത്തേഡ്, അതിനുള്ള രീതികളിലും ക്വാളിറ്റി പ്രധാനമാർഹിക്കുന്നു എന്ന് അദ്ദേഹം ഉറപ്പുവരുത്തി. എന്താണ് ചെയ്തത്? He ensured quality was significant for both. എവിടെയൊക്കെയാണ്? ഫിനിഷ്ഡ് പ്രൊഡക്റ്റ്, ഫിനിഷ് ആയിട്ടുള്ള പ്രൊഡക്റ്റിനും അത് ക്രിയേറ്റ് ചെയ്യാനുള്ള മെത്തേഡ് യൂസ്ഡ് ടു ക്രിയേറ്റ് ഇറ്റ്, അത് സൃഷ്ടിക്കാനുള്ള ആ പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള മെത്തേഡിലും ക്വാളിറ്റി പ്രധാനമാർഹിക്കുന്നു എന്ന് അദ്ദേഹം ഉറപ്പുവരുത്തി. ഇനി നെക്സ്റ്റ് നോക്കിയേ, അടുത്തത് Edward Deming introduced the concept of total quality management. അപ്പൊ ചോദിക്കാം, who introduced the concept of total quality management? അത് ഇൻട്രൊഡ്യൂസ് ചെയ്തേ total quality management TQM introduce ചെയ്തത് Edward Deming. Edward Deming introduced the concept of total quality management. Total quality management എന്ന ആശയം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ അവിടെ ചോദിക്കാണ്ടോ who introduced എന്ന് ചോദിക്കാം, അവിടെ അണ്ടർലൈൻ ചെയ്തിടാം. പിന്നീട് ചോദിക്കാം എക്സ്പാൻഡഡ് ഫോം ചോദിക്കാലോ, TQM എക്സ്പാൻഡ് TQM total quality management. ഓക്കെ, രണ്ട് ക്വസ്റ്റ്യൻ കിട്ടിയില്ല അവിടെ. Which was implemented in the healthcare industry. അത് എന്ത് ചെയ്തു അദ്ദേഹം? ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയില്, ഹെൽത്ത് കെയർ വ്യവസായത്തില് അത് ഇംപ്ലിമെന്റ് ചെയ്തു. ഏത്? ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ത് ചെയ്തു? ഇംപ്ലിമെന്റ് ചെയ്തു, നടപ്പിലാക്കി.
ഹെൽത്ത് കെയർ വ്യവസായത്തില് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ത് ചെയ്തു? ഇംപ്ലിമെന്റ് ചെയ്തു, നടപ്പിലാക്കി. ഓക്കെ, എഡ്വേർഡ് ഡെമിങ്. രണ്ട് ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു. അത് പിന്നെ ചോദിക്കാം ആരെ ഇംപ്ലിമെന്റ് ചെയ്തതെന്ന് വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. TQO ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് ഇംപ്ലിമെന്റ് ചെയ്തത്, ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ ഇംപ്ലിമെന്റ് ചെയ്തത് എഡ്വേർഡ് ഡെമിങ്. 3 ക്വസ്റ്റ്യൻ നമുക്ക് അതിൽ നിന്ന് കിട്ടും. ഓക്കെ, നമ്മള് സിസ്റ്റം പറഞ്ഞു, ക്രാഫ്റ്റ്മാൻ സിസ്റ്റം പറഞ്ഞു, ഫാക്ടറി സിസ്റ്റം പറഞ്ഞു, ടൈലർ സിസ്റ്റം പറഞ്ഞു. പിന്നെ നമ്മള് എന്താ പറഞ്ഞ വാൾട്ടർ അദ്ദേഹത്തിന്റെ ഒരു കോൺട്രിബ്യൂഷൻ, പിന്നെ എഡ്വേർഡ് ഡെമിങ്. അടുത്തത് രണ്ടൊന്ന് വായിച്ചു നോക്കി, പെട്ടെന്ന് നോക്കാം കേട്ടോ. നെക്സ്റ്റ് നോക്കാം. ഡോക്ടർ അവിഡിസ് ഡോണോബിഡിയൻ. രണ്ട് നോക്കാം എന്നിട്ട് അടുത്ത് നോക്കാം. അത് ഇച്ചിരി വലുതാണ്. ഇതൊന്ന് ക്ലിയർ ആയിട്ട് അടുത്ത് നോക്കാം. ഓക്കെ ആണോ എന്ന് നോക്കാം കേട്ടോ. ഓക്കെ അല്ലേ? ഇത് ക്ലിയർ അല്ലേ? മൂന്നാമത്തെ നോക്കാലോ. ഓക്കെ, നോക്കിയേ. ഇനി നെക്സ്റ്റ് നോക്കിയേ. ഡോക്ടർ അവിഡിസ് ഡോണോബിഡിയൻ. Dr. Avidis Donabedian presented the 3 measures. അദ്ദേഹം 3 മെഷർ, 3 അളവുകൾ പ്രസന്റ് ചെയ്തു. Is called, ഏതൊക്കെയാണ് 3 നോക്കിയേ? സ്ട്രക്ചർ, അതിന്റെ ഘടന, പ്രോസസ് ആൻഡ് ഔട്ട്കം, അതിന്റെ ഫലം. ആ പ്രോസസ്, അതിന്റെ ഫലം. അങ്ങനെ 3 മെഷേഴ്സ് പ്രസന്റ് ചെയ്തു. അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. Which emphasized the value of looking at the 3 measures while monitoring and assessing. ഇപ്പോഴാ മോണിറ്റർ ചെയ്യുക എന്ന് വെച്ചാൽ നിരീക്ഷിക്കുക, അസസ് ചെയ്യുക എന്ന് വെച്ചാൽ വിലയിരുത്തുക. അപ്പൊ നിരീക്ഷിക്കുമ്പോഴും വിലയിരുത്തുമ്പോഴും 3 അളവുകൾ നോക്കുന്നതിന്റെ മൂല്യം അദ്ദേഹം എന്തെയ്തു? ഊന്നി പറയുന്ന 3 മെഷേഴ്സ് അദ്ദേഹം അവതരിപ്പിച്ചു. പ്രസന്റഡ് ദ 3 മെഷേഴ്സ്. ഏതൊക്കെയാ 3 മെഷേഴ്സ്? അദ്ദേഹം കൊണ്ടുവന്ന 3 അളവുകൾ ഏതൊക്കെയാണ്? ഇതിനെ നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി, ക്വാളിറ്റിനെ മെഷർ ചെയ്യാൻ വേണ്ടി അദ്ദേഹം കൊണ്ടുവന്ന 3 അളവുകൾ. സ്ട്രക്ചർ ഉണ്ട്, പ്രോസസ് ഉണ്ട്, ഔട്ട്കം ഉണ്ട്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തോ കേട്ടോ. 3 measures: structure, process and outcomes. Then which emphasized, എന്തിനാ emphasize ചെയ്യാൻ ഊന്നൽ നൽകാൻ? The value of looking at the 3 measures while monitoring and assessing. മോണിറ്റർ ചെയ്യുമ്പോഴാണ്, നിരീക്ഷിക്കുമ്പോഴും വിലയിരുത്തുമ്പോഴും ഈ 3 അളവുകൾ നോക്കുന്നതിന്റെ മൂല്യം ഊന്നി പറയുന്ന 3 അളവുകളും, ഇതിന്റെ മൂല്യം ഊന്നി പറയുന്ന. ഓക്കെ, നമ്മളെ ഓരോന്ന് മോണിറ്റർ ചെയ്യാം, നിരീക്ഷിക്കുമ്പോഴും അത് വിലയിരുത്തുകയും ചെയ്യണം അല്ലെ? അത് അസസ് ചെയ്യുകയും ചെയ്യണം. ക്വാളിറ്റി വിലയിരുത്തുകയും അത് അസസ് ചെയ്യുകയും ചെയ്യണം. അപ്പൊ വിലയിരുത്തുമ്പോഴും നിരീക്ഷിക്കുമ്പോഴും ഒക്കെ ആ അളവുകൾ നോക്കുന്നതിന്റെ മൂല്യം ഊന്നി പറയുന്ന 3 കാര്യങ്ങളാണ്. സ്ട്രക്ചർ, പ്രോസസ്, ഔട്ട്കം എന്നീ മെഷേഴ്സ് അദ്ദേഹം അവതരിപ്പിച്ചു. The birth of the modern concept of quality management in healthcare took place in 1918 when the American College of Surgeons began the hospital standardization program, giving the criteria and standards for accreditation of the hospitals. So again, the birth of modern concept of quality management in healthcare system took place in, എന്താണ് ആ ഡേറ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട്, 1918 അല്ലേ? The birth of modern concept of quality management in healthcare. ആ ഒരു കോൺസെപ്റ്റ് വന്നത് എന്താണ്? 1918
18 ജനിച്ചത്. പുതിയൊരു ആധുനിക ആശയം ഹെൽത്ത് കെയറില് ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന പുതിയൊരു ആശയം, ഒരു ആധുനിക ആശയം ജനിച്ചത് 1980-ലാണ്, 1918-ലാണ്. അദ്ദേഹം നോക്കി അവിടെ എന്താണ്, when the American College of Surgeon, നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, അമേരിക്കൻ കോളേജ് ഓഫ് സർജൻ began the hospital standardization program. അവർ എന്ത് ചെയ്തു, ഹോസ്പിറ്റൽ സ്റ്റാൻഡർഡൈസേഷൻ പ്രോഗ്രാം ബിഗിൻ ചെയ്തു, ആരംഭിച്ചു. ആരാണ്, അമേരിക്കൻ കോളേജ് ഓഫ് സർജൻ. The American College of Surgeons began the hospital standardization program, giving the criteria and the standards for accreditation of the hospital. അവിടെ എന്ത് കൊണ്ടുവന്നു, ക്രൈറ്റീരിയ, മാനദണ്ഡങ്ങള് അല്ലെ, അതിനുള്ള ക്രൈറ്റീരിയ ആൻഡ് സ്റ്റാൻഡേർഡുകള് എന്തിനു വേണ്ടി, ഫോർ അക്രഡിറ്റേഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ. ഈ ഹോസ്പിറ്റലുകൾക്ക് ഇങ്ങനെ അക്രഡിറ്റേഷൻ നൽകുന്നതിനുള്ള ക്രൈറ്റീരിയ സ്റ്റാൻഡേർഡ്സും അങ്ങനെയുള്ള എന്താണ് ഒരു ഹോസ്പിറ്റൽ സ്റ്റാൻഡർഡൈസേഷൻ പ്രോഗ്രാം അമേരിക്കൻ കോളേജ് ഓഫ് സർജൻ ബിഗിൻ ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ്, ഫോർ അക്രഡിറ്റേഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ. ഒന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. ഹോസ്പിറ്റൽ പ്രോഗ്രാം ഗിവിംഗ് ദ ക്രൈറ്റീരിയ ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഫോർ ഡാഷ്. എന്തിനു വേണ്ടിയിട്ടാണ് അവരെ ക്രൈറ്റീരിയ സ്റ്റാൻഡേർഡ് ഒക്കെ കൊണ്ടുവന്നത്, ഹോസ്പിറ്റലിന്റെ അക്രഡിറ്റേഷന് വേണ്ടി, ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ കൊടുക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നു. ഇനി ദ ജോയിന്റ് കമ്മീഷൻ ഓൺ അക്രഡിറ്റേഷൻ ഓഫ് ഹോസ്പിറ്റൽസ് പഠിച്ചിട്ടുണ്ടോ? ജോയിന്റ് കമ്മീഷൻ ഓഫ് അക്രഡിറ്റേഷൻ ഓഫ് ഹോസ്പിറ്റൽ എക്സ്പാൻഡഡ് ഫോം ഏതിന്റെയാണ്, JCAH. JCI അല്ല കേട്ടോ, JCAH. അതായത് JCAH എന്ന് പറയുന്നത് JCIയുടെ ഹോസ്പിറ്റലിന് വേണ്ടി അക്രഡിറ്റേഷൻ കൊടുക്കാനുള്ള ഒരു ബ്രാഞ്ച്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു. ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ നമ്മൾ പഠിച്ചില്ലേ, JCI പഠിച്ചില്ലേ, ആ JCIയുടെ ഒരു ബ്രാഞ്ച് ആണ്. എന്തിനെ ഫോക്കസ് ചെയ്തേക്കുന്നതാണ്, ഹോസ്പിറ്റലുകൾക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുന്നതിന് ഫോക്കസ് ചെയ്തേക്കുന്ന ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ, അതിന്റെ ഒരു ബ്രാഞ്ച് ആണ് ദ ജോയിന്റ് കമ്മീഷൻ ഓൺ അക്രഡിറ്റേഷൻ ഓഫ് ഹോസ്പിറ്റൽസ്. was started in 1952. എന്നാ സ്റ്റാർട്ട് ചെയ്തേ, 1952. ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ എന്താ, അതെന്താ, ആ ഡേറ്റ് എന്നാ ഓർക്കണ്ട, 1950 എന്നാ, ഇതിന് മുന്നായിരിക്കും അപ്പേ 1951-ലല്ലേ അല്ലേ, പറഞ്ഞോയോ? ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ 1951. അതിനുശേഷം ആ ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണലിന്റെ ഒരു ബ്രാഞ്ച്, അത് എന്തിനു ഫോക്കസ് ചെയ്തേക്കുന്ന, ഹോസ്പിറ്റലുകൾക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ആരംഭിച്ചത് എന്നാണ് 1952. അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. സ്റ്റാർട്ട് ചെയ്ത് എന്താണെന്നുള്ള ഡേറ്റ് നോക്കുക, പിന്നെ JCAH എന്നുള്ളതിന്റെ എക്സ്പാൻഡഡ് ഫോമും നോക്കി വെക്കുക. Which published the first accreditation standards and was made mandatory for all hospitals to obtain JCAH accreditation standards. അപ്പൊ ഹോസ്പിറ്റലിന്റെ അക്രഡിറ്റേഷനുള്ള മാനദണ്ഡങ്ങൾ നൽകിക്കൊണ്ട് ഹെൽത്ത് കെയർ മാനേജ്മെന്റ് എന്നതിന്റെ ഒരു സ്റ്റാർട്ട് ചെയ്തു എന്ന ആധുനിക ആശയത്തിന്റെ പിറവി വന്നു. 1952-ല് JCAH സ്ഥാപിച്ചു. പിന്നെ അതിനകത്ത് എന്താ പറഞ്ഞേക്കുന്നത്, in 1947, 1947 ഓക്കെ, the ISO എന്താ, ഇന്റർനാഷണൽ ISO വായിച്ചില്ലേ നിങ്ങള്? ഇതൊക്കെ മറന്നുപോയോ? ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ അല്ലേ, ISO. The ISO was started with the objectives of facilitating international coordination and unification of industrial standards.
എന്താ പറഞ്ഞേക്കുന്നത് 1947 ഒരു അന്താരാഷ്ട്ര ഏകോപനത്തിന്റെയും ഏകോപന വ്യവസായവുമായ മാനദണ്ഡങ്ങളുടെ ഏകീകരണം സുഗമമാക്കുക എന്ന ലക്ഷ്യത്തോടെ ISO സ്റ്റാർട്ട് ചെയ്തു. ജസ്റ്റ് ഇതൊന്നും ഇങ്ങനെ വായിച്ചു പോണേ ഉള്ളൂ കേട്ടോ. ക്വാളിറ്റി ഈസ് നോട്ട് എ നമ്പർ ബട്ട് ഈസ് എ ഫങ്ഷൻ ഓഫ് പോസിറ്റീവ് പെർസെപ്ഷൻ. എന്ന് പറയുന്നത് ക്വാളിറ്റി എന്ന് പറയുന്നത് ഇത് ഒരു നമ്പർ അല്ല, അതെന്താണ്, ഒരു പോസിറ്റീവ് പെർസെപ്ഷൻ എന്ന് വെച്ചാൽ ധാരണ, ഒരു പോസിറ്റീവ് ധാരണയാണ്. ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താ, ഒരു ഫങ്ഷൻ അല്ല. ക്വാളിറ്റി ഈസ് എ നമ്പർ, നോട്ട് എ നമ്പർ. ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഈസ് നോട്ട് എ നമ്പർ, നമ്പർ അല്ല എന്നാ പറഞ്ഞേക്കുന്നത്. ബട്ട് ഈസ് എ ഫങ്ഷൻ ഓഫ് പോസിറ്റീവ് പെർസെപ്ഷൻ, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ധാരണയുള്ള പ്രവർത്തനമാണ് ക്വാളിറ്റി. ഓക്കെ, ജസ്റ്റ് അത്രയൊന്നും നിങ്ങൾ വായിച്ചു വെക്കുക കേട്ടോ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, അതിനകത്തുനിന്ന് JCAH അത് സ്റ്റാർട്ട് ചെയ്ത ഇയർ, ISOയുടെ സ്റ്റാർട്ട് ചെയ്തത്, പിന്നെ അതിന്റെ എക്സ്പാൻഡഡ് ഫോമുകൾ, അത്രയൊന്നും നോക്കി വെക്കുക. ഓക്കെ.